അങ്ങനെ പാകിസ്ഥാന് ഇനി ഹമാസിനെ വേണം. ബാക്കി എല്ലാവരും ഇവിടെയുണ്ട്. ഹമാസിൻ്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിൻ്റെ ഭാഗമായി പലസ്തീൻ ജയിലിലുള്ള കുറേ തടവുകാരെ വിടുകയാണ്. മിക്കവാറും എല്ലാവരും ഹമാസ് ആയിരിക്കും. പക്ഷേ ഇവർക്കൊന്നും അവിടെ നിന്ന് പിഴയ്ക്കാൻ പറ്റില്ല. ഗാസയിലേക്ക് ഇനി ഒറ്റ ഒരുത്തം വേണ്ട, എല്ലാവരെയും നാട് കടത്തും. അതിന് വേണ്ടി വന്നാൽ ഗാസ സ്ട്രിപ്പിനി അമേരിക്കയുടെയാണ്. ഞാനിതിങ്ങ് എടുത്തു എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. വേണ്ടി വന്നാൽ ട്രൂപ്പിനെ പട്ടാളത്തിനെ അയക്കുമെന്നും പറയുന്നു. അപ്പോൾ പിന്നെ ഈ ജയിലിൽ നിന്ന് പോകുന്നവർ എവിടെ പോകുന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അവരെ സ്വീകരിക്കാമെന്ന് പറയുന്നത്. സത്യത്തിൽ അത് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് സതുദ്ദേശത്തോടെ ആയിരിക്കുമോ? ഒരിക്കലും അല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെയും കൂടി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ പോരാടാൻ. എന്നിട്ട് സിലിഗുരി ശരിപ്പെടുത്തും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെയാണല്ലോ, സംശയമില്ലല്ലോ. തോൽക്കാൻ വേണ്ടി ജനിച്ച ജനതയാണത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റേ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് ഈ ഹമാസ് ബന്ദികളെ വിടുമ്പോൾ, ഇസ്രയേലിൽ നിന്നുള്ള ബന്ദികളെ വിടുമ്പോൾ പലസ്തീൻകാരെ, ഹമാസ്കാരെയൊക്കെ ഇസ്രയേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ആ പലസ്തീൻകാരെ ഞങ്ങൾ സ്വീകരിച്ചോളാം, കുറേ പേരെ, എല്ലാവരെയും അല്ല, കുറേ പേരെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ 15 പേരെ സ്വീകരിക്കാം എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ലണ്ടനിലെ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ഉറുദു പതിപ്പുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഉറുദു. അതിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഹമാസ് വക്താവ് ഡോക്ടർ ആലിദ് അൽ ഖുദൂമി ആണ് പത്രത്തിനോട് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം 15 പേരെയാണ് പാകിസ്ഥാൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വിദേശമന്ത്രി പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ വിദേശ മന്ത്രാലയമൊന്നും ഇതിനെ എതിർത്തില്ല. ഈജിപ്ത്, തുർക്കി വഴിയാണ് പാകിസ്ഥാൻ ഈ ഹമാസ് പോരാളികളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്ത്, തുർക്കി വഴിയാണ് പാകിസ്ഥാനിലേക്ക് വിടുക. അപ്പോൾ ഒരു സംശയം, ഈ ഹമാസ് അപ്പോൾ തോറ്റു എന്നല്ലേ അർത്ഥം? കാരണം ജയിലിൽ നിന്ന് പലസ്തീൻ തടവുകാർ മോചിപ്പിക്കപ്പെട്ട് അവരുടെ സ്വപ്നഭൂമിയായ പലസ്തീനിൽ, ഗസയിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ പോലും താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി സത്യമാണ്, അല്ലേ? സത്യമാണ്. ഇത് കുറച്ചുകൂടി കാര്യം പറയുമ്പോൾ അത് വ്യക്തമാവും. ഈ ഈജിപ്ത്, തുർക്കി വഴി ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് വരാനുള്ള 15 പേര് ഈജിപ്തിലുണ്ട്. ഈജിപ്തിൽ നിന്ന് ഏത് നിമിഷവും പാകിസ്ഥാനിലേക്ക് അവരെ അയക്കാം. അപ്പോൾ തുഫാൻ അൽ അഹ്റാർ ഉടമ്പടി അനുസരിച്ചിട്ടാണ് ഇവർ വരുന്നത് എന്ന് പറയുന്നുണ്ട്. ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നു. ഈ പാലസ്തീൻ്റെ ഖുദ്സ് ഫോഴ്സിൻ്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ ഉൾപ്പെടെ 4 രാജ്യങ്ങൾ ഈ പലസ്തീൻകാരെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ വിവരമാണത്. 4 രാജ്യങ്ങൾ 99 പേരെ ഈജിപ്തിലേക്ക് അയച്ചു. അപ്പോൾ ഒന്ന് ഈജിപ്ത്. ആദ്യഘട്ടത്തിൽ 263 പേരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച 15 പേര് കെയ്റോയിൽ നിന്ന് തുർക്കിയിലേക്ക് പോയി. അപ്പോൾ രണ്ടാമത്തെ രാജ്യം തുർക്കി. അൾജീരിയ, ഇന്തോനേഷ്യ, ആ 2 രാജ്യങ്ങളുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ പലസ്തീൻകാർ പോകുന്ന രാജ്യങ്ങളെപ്പറ്റി ഒരു രൂപം കിട്ടി. ഗസ രക്ഷയില്ല. ടുണീസിയ സമ്മതിച്ചിട്ടില്ല. ടുണീസിയമായിട്ടും പലസ്തീൻകാർ സംസാരിച്ചു. ഇപ്പം മോചനം കിട്ടിയ ആളുകൾ തൃശങ്കൂലാണല്ലേ, കാല് കുത്താൻ ഇടയില്ല. അവർ തുർക്കി, ഈജിപ്തൊക്കെ സ്വീകരിച്ചിട്ട് വേറെ മറ്റേ ഇസ്ലാമിക രാജ്യങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ സ്വീകരിക്കുമെന്ന്. ആ കൂട്ടത്തിൽ പാകിസ്ഥാൻ സമ്മതിച്ചത് പാകിസ്ഥാൻ എന്തെങ്കിലും ഫണ്ടിങ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഊഹിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ സ്വീകരിക്കും. കാരണം ഇത് ഈ യുദ്ധം ചെയ്ത് ശീലമുള്ള ഭീകരന്മാരാണല്ലോ കിട്ടുന്നത്. അവരെ നേരെ കാശ്മീരിലേക്ക് കയറ്റിവിടാം എന്നൊക്കെ ആയിരിക്കും. ഇതാണ് പ്രശ്നം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെയും യുദ്ധം ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലേക്ക് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഹമാസിലെ ആളുകളെ വന്ന് അവിടെ മുട്ടയും ബിരിയാണിയും കൊടുത്ത് ചുമ്മാ പാകിസ്ഥാൻ വളർത്താനൊന്നും പോകുന്നില്ല. അവരെ ട്രെയിൻ ചെയ്തു, ആയുധവും കൊടുത്ത്, ട്രെയിൻ ചെയ്യേണ്ട അവർ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടി, നേരെ ആയുധവും കൊടുത്ത് കാശ്മീരിലേക്ക് കയറ്റി വിടുക, POK വഴി കയറ്റി വിടുക. അങ്ങനെ ഇവന്മാരെ നുഴഞ്ഞു കയറി നമ്മുടെ കാശ്മീർ ഭാഗത്തെങ്ങാനും വരും. അവസാനം ഇന്ത്യൻ ആർമിയുടെ വെടികൊണ്ട് ഹമാസ് തീരും. കാരണം
ഈ കത്വ എന്ന് പറഞ്ഞ മേഖലയില്ലേ ജമ്മു കാശ്മീർ, അതൊരുപാട് ഈ മറ്റേ വനവും മലയും ഒക്കെയാണ്. അത് വഴിയാണ് കത്വയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ കിലോമീറ്റർ നടക്കണം, ഒരുപാട് അട്ടയും കടിച്ചുമൊക്കെ നടന്നൊക്കെ പോകണം. അതിലൂടെ ഈ വഴി ഒരുപക്ഷെ കടത്തി വിടുക എന്ന് തന്നെയായിരിക്കാം പാകിസ്ഥാന്റെ ലക്ഷ്യം. അത് കൂടിയൊക്കെ കടത്താനായിരിക്കും. കാരണം കത്വയിലാണ് ഏറ്റവും പഴക്കമുള്ള ഭീകരന്മാരൊക്കെ ഉള്ളത്. 30 കൊല്ലമായിട്ട് ഭീകരന്മാരെ, കാരണം ഈ പ്രാദേശിക സപ്പോർട്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കര. ഹമാസിന്റെ ഭീകരന്മാർ വരുമ്പോഴത്തേക്ക് സപ്പോർട്ട് ഡബിൾ ആവും. കാരണം ഹീറോസ് ആണല്ലോ, വലിയ ആളുകളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവർ ഇസ്രായേലിനെ തോൽപ്പിച്ചിട്ടാണല്ലോ. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ ഹമാസ് ഭീകരർ കാശ്മീരിൽ നുഴഞ്ഞു കയറി എന്നുള്ള വാർത്ത നമ്മൾ വായിക്കേണ്ടി വരും. അങ്ങനെ വേണ്ടി വരും. ഇപ്പോൾ 2ാം ഘട്ട ചർച്ചയും കൂടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണു. ആ സമയത്താണ് ട്രംപ് ജോർദാനോടും ഈജിപ്തിനോടും ഇവരെ എടുത്തോളണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജോർദാൻ വിദേശമന്ത്രി ഐമാൻ സഫാദി ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോർദാനിൽ ഓൾറെഡി 23 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികളുണ്ട്. ജോർദാൻ അവരെ തീറ്റിപ്പോറ്റുന്നുണ്ട്, അമേരിക്ക കാശ് കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ ആ 23 ലക്ഷത്തിൻ്റെ കൂടെ കുറച്ച് പേരെയും കൂടി അവർക്ക് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും പേരുള്ളപ്പോൾ ആ ക്യാമ്പുകളിലേക്കൊക്കെ വിടേണ്ട കാര്യമേ ഉള്ളൂ. എടുക്കുമായിരിക്കും. അബ്ദുള്ള രാജാവ് നോ പറയത്തില്ല. അബ്ദുള്ള രാജാവ് കാണാൻ പോയിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ കച്ചവടം ഉറപ്പിക്കായിരിക്കും, ഞാൻ എടുക്കാം, അതായിരിക്കും, ഡീലാണ്. അതാണ് നേരിട്ട് കാണാനായിട്ട് പോകുന്നത്. മോദിക്ക് മുമ്പേ തന്നെ കാണുന്നുണ്ട്. ഈജിപ്തിൻ്റെ അമേരിക്കയിലെ സ്ഥാനപതി മോത്താസ് സഹ്റാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചാൽ അത് 2ാം നഖബ ആയിരിക്കുന്നു. നഖബ എന്ന് പറഞ്ഞാൽ 1948 പലസ്തീൻകാരെ അവിടെ നിന്ന് ഓടിച്ചുവിട്ട പരിപാടിയാണ്. ഇസ്രായേൽ രൂപവൽക്കരണ സമയത്ത് ഇങ്ങനെ ഓടിച്ചു വിടുകയാണ്. ഏതാണ്ടത് ഉറപ്പായല്ലോ. കാരണം നെതന്യാഹുവിനെ കണ്ടതിന് ശേഷം ട്രംപ് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു, പലസ്തീൻകാർ അവിടെ നിന്ന് പോകണം, പോയേ പറ്റുള്ളൂ. മാത്രമല്ല അവിടെ ട്രംപിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ട്രംപിൻ്റെ മരുമകൻ പണ്ട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാട്ടർ ഫ്രണ്ടാണ്, ഏറ്റവും വാല്യൂബിൾ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ് ഗസ എന്ന് പറഞ്ഞു. ഈ അവിടുത്തെ ട്രംപ് പറഞ്ഞിരിക്കുന്ന അവിടെ ഈ പൊട്ടാത്ത ബോംബുകൾ കുറേ ഗസ കിടപ്പുണ്ട്, അതൊക്കെ നിർവീര്യമാക്കണം, അതൊക്കെ ഞങ്ങൾ പോയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോങ് ടേം ഓണർഷിപ്പ് പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമസ്ഥാവകാശം ഗസയുടെ വേണം, ഗസ ട്രംപ് ഇങ്ങെടുത്തു. അതാണ്. അപ്പോൾ ഏതായാലും ഈ നമ്മളെ സംബന്ധിച്ച് ഈ പാകിസ്ഥാൻ ചാടിക്കേറി ഞങ്ങൾ ഓക്കെ റെഡി എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമല്ല. പാകിസ്ഥാൻ്റെ അജണ്ട നമുക്കറിയാം. അപ്പോൾ ഇന്ത്യക്ക് ആഭ്യന്തരമായി വെല്ലുവിളി ഉയർത്തുന്ന ചില ശക്തികൾക്ക് വലിയ സ്നേഹം ഹമാസിനോടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും ഹമാസിനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഉള്ള മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഏറ്റവും വലിയ വീര പോരാളികളായിട്ടും വീര നായകരായിട്ടും ഒക്കെ കരുതുന്നത്. അങ്ങനെയുള്ളവർ പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വഴി അവർ കാശ്മീർ വഴിയോ അല്ലെങ്കിൽ പഞ്ചാബ് വഴിയോ ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിശ്ചയമായും ഈ ഹമാസ് പ്രേമികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പാകിസ്ഥാൻ്റെ നിലപാട് എന്തായാലും ഇന്ത്യക്കൊരു ഭീഷണിയാണ്, വല്ലാത്ത ഭീഷണിയാണ്. ഇന്ത്യക്ക് മാത്രമല്ല അഫ്ഗാനിസ്ഥാനും ഭീഷണിയാണ്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നല്ല ചങ്ങാത്തൊപ്പുണ്ട്. ഒരുപാട് സഹായങ്ങൾ അഫ്ഗാനിസ്ഥാന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഇരട്ടിയാക്കിയിട്ടുണ്ട് സഹായം. കാരണം അഫ്ഗാനിസ്ഥാനിൽ താവളം അടിച്ചിട്ട് മറ്റേ TTP തെഹ്രീക്ക് അവർ ഒരുപാട് ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ അതിർത്തിയിലും മറ്റേ ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺവയിലും ഒന്നും പാകിസ്ഥാനും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതൊക്കെ ശരിക്കും വിഭജിച്ചു പോയ സ്ഥലങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റേ 2 അതിർത്തികളിൽ ഈ വരുന്ന ഹമാസുകാരെ വിന്യസിക്കാൻ 2 ടീമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഒന്ന് അഫ്ഗാനിസ്ഥാൻ ആ ഭാഗത്ത്, പിന്നെ ഇന്ത്യയുടെ കശ്മീർ ഭാഗത്ത്. ഇതിന് പുറമെ ബലൂചിസ്ഥാനിലേക്കും ഖൈബർ പക്തൂൺവയിലേക്കും ഒക്കെ വിടാം. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാളക്കാരാണല്ലോ ചത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കാശ്മീരിൽ ഓപ്പറേഷൻ നടത്തിയ സേനാ വിഭാഗം കാശ്മീരിൽ അവിടെ പ്രാദേശികമായ ഹമാസ് എന്നു പേരുള്ള ഒരു സംഘത്തെ ട്രേസ് ചെയ്തിരുന്നു. അവരാണ് നമ്മുടെ ആ തൊഴിലാളികൾ കൊല്ലപ്പെട്ടില്ലേ, ആ തുരങ്കം ഈയിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിന് വന്ന തൊഴിലാളികളെ കൊലപ്പെടുത്തിയ സംഘത്തിന് ഹമാസ് എന്നു പേരുള്ള ഒരു ലോക്കൽ ഭീകരവാദ സംഘടന ഉണ്ടായിരുന്നു.
അപ്പോൾ അത് മാറിയിട്ട് ഒറിജിനൽ ഹമാസ് ഇങ്ങോട്ട് വരാൻ പോവാം. അതാണ് വരാൻ പോകുന്നത്. അത് വലിയ മറ്റേ വലിയ ഈ വീരന്മാര്, അതെ, അപകട സാധ്യത എന്ന് പറഞ്ഞാൽ ഈ റോഹിംഗ്യൻ ഇഷ്യൂ ഉണ്ടായിട്ട് ഒരൊറ്റ റോഹിംഗ്യൻ അഭയം കൊടുക്കാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. ലോകത്തൊരിടത്തെ മുസ്ലിം രാജ്യങ്ങളെ അഭയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പലസ്തീനികൾക്ക് മാത്രം അഭയം കൊടുക്കാം എന്ന് പറയുന്നത് അതീവ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ ഒരുപാട് ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണിത്. കാരണം 15 പേര് ഇപ്പോൾ വരുന്നു, ബാക്കിയുള്ളവർ പിന്നാലെ വരും. അതിന് രാജ്യാന്തര ഫണ്ടിങ് പാകിസ്ഥാന് കിട്ടുകയും ചെയ്യും ഇവരെ സൂക്ഷിക്കാൻ. അതാണ് സംഭവം. അങ്ങനെ സൂക്ഷിച്ചാൽ കുഴപ്പമില്ല, ഡിറ്റൻഷൻ സെന്ററിൽ ഇട്ടിട്ട് സൂക്ഷിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ പാകിസ്ഥാൻ. അവർ ചെയ്തുകൊണ്ടിരുന്ന പണി ചെയ്യണമെന്ന് അവർ പറയും. ആ പണി ചെയ്തു, അതിനുള്ള ആയുധം തരാം എന്ന് പറയും. അത്രേ ഉള്ളൂ. ആ പണി മിക്കവാറും നമ്മളായിരിക്കും ആ പണി വാങ്ങാൻ പോകുന്നത്. അതെ. ഏതായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.